ప్రియతమా నన్ను పలకరించు ప్రణయమా അതിഥിലാ. ഇന്ത്യൻ സംഗീത രംഗത്തെ മഹാരഥന്മാരെ അമ്പരപ്പിച്ച പ്രകടനം കാഴ്ചവെച്ച ആവിർഭവ് സോണിയുടെ സൂപ്പർ സ്റ്റാർ സിംഗറിന്റെ വിജയിയായി. ആവിർഭവിന്റെ ഈ അത്ഭുത പ്രകടനങ്ങൾക്ക് പിന്നിലെ ചാലകശക്തി സഹോദരി അനിർവിന്യയാണ്. ആവിർഭവിന് സംഗീത ലോകത്തേക്ക് കൈപിടിച്ചു നടത്തിയതും പാട്ടുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നതും ഓരോ പരിപാടിക്കായി ഒരുക്കുന്നതും ചേച്ചിയാണ്. വലിയ സംഗീത പാരമ്പര്യമൊന്നുമില്ലാത്ത ഇടുക്കിയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ആവിർഭവും അനിർവിന്യയും സംഗീതത്തിലൂടെ പുതിയ വിവരങ്ങൾ കീഴടക്കുകയാണ്. ഇടുക്കി രാമക്കൽമേട്ടിലെ കപ്പിത്താൻ പറമ്പിൽ സജിമോൻ സന്ധ്യ ദമ്പതികളുടെ മക്കളാണ് ഇരുവരും. ആവിർഭവിന്റെ സ്വപ്ന സമ്മാനമായ നേട്ടത്തെക്കുറിച്ചും അനിർവിന്യയുടെ സംഗീത ജീവിതത്തെക്കുറിച്ചും മനസ്സ് തുറന്ന അമ്മ സന്ധ്യ മനോരമ ഓൺലൈനിൽ. ആദ്യം മകൾ അനിർവിന്യയാണ് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പോയത്. അത് തമിഴിലായിരുന്നു. ഞങ്ങൾ ആ സമയത്ത് തമിഴ്നാട്ടിലാണ്. സ്വകാര്യ ടെലിഫോൺ കമ്പനിയിലാണ് ഭർത്താവ് സജിമോൻ ജോലി ചെയ്തിരുന്നത്. സേലത്തായിരുന്നു ഞങ്ങൾ. മക്കൾ രണ്ടുപേരും ജനിച്ചതും വളർന്നതും സേലത്താണ്. തമിഴ് റിയാലിറ്റി ഷോയിൽ മകൾ പാടുന്നത് കണ്ടാണ് തെലുങ്ക് റിയാലിറ്റി ഷോയിലേക്ക് മകളെ വിളിച്ചത്. അവിടെ പോകുമ്പോൾ ഞങ്ങൾക്ക് തെലുങ്ക് ഭാഷയൊന്നും വശമില്ല. ആവിർഭവ് ഹിന്ദി ഷോയിലേക്ക് പോയ പോലെയായിരുന്നു അന്ന് അനിർവിനെ തെലുങ്കിലേക്ക് പോയത്. അന്ന് ആവിർഭവ് തീരെ ചെറുതാണ്. 1.5 വയസ്സ് പ്രായം കാണും. പക്ഷെ നല്ലപോലെ വർത്തമാനം പറയും. എല്ലാവരുമായും പെട്ടെന്ന് ഇണങ്ങുന്ന പ്രകൃതമാണ് അവൻ്റേത്. അവിടെ ചെന്ന ആവിർഭവും ആ ഷോയുടെ ഭാഗമായി മാറി. തെലുങ്ക് കുറച്ച് പഠിച്ചു. അർത്ഥമറിഞ്ഞിട്ടൊന്നുമല്ല ചില കാര്യങ്ങൾ പറയുന്നത്, ഒരു ഊഹത്തിൽ പറയുന്നതാണ് അവൻ. അവിടെ ഉണ്ടായിരുന്ന മെന്റർ ടീം തെലുങ്ക് പാട്ട് പഠിപ്പിച്ചു കൊടുത്തു. അർത്ഥം അറിഞ്ഞിട്ടല്ല ഭാവം വരുന്നത്. അവിടെ പോയതിനു ശേഷമാണ് അനിർവിന്യ തെലുങ്ക് പഠിക്കുന്നത്. ప్రియతమా నన్ను పలకరించు ప్రణయమా അതിഥിലാ. ചേച്ചി റിയാലിറ്റി ഷോയിൽ പാടാൻ പാട്ട് പഠിക്കുന്നത് കേട്ടാണ് ആവിർഭവ് പഠിക്കുന്നത്. ചേച്ചി പാടുന്നത് അനുകരിച്ചാണ് തുടക്കം. സത്യത്തിൽ പാട്ട് കേൾക്കുമ്പോൾ അവന് മനസ്സിലാകുന്ന അവൻ പാടുകയാണ്. ജന്മസിദ്ധമായി അവന് കിട്ടിയ കഴിവാണത്. അവനതിൽ താല്പര്യമുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. నన్ను చేరుకున్న హృదయమా ఎదుట ఉన్న స్వర్గమా చెదిరిపోని స్వప్నమా కనులలోని కావ్యమా కౌగిలింత ప్రాణమా ప్రియతమా ప్రియతమా ప్రియతమా. ആവിർഭവിനെ അത്ഭുത ബാലൻ, ദൈവത്തിൻ്റെ കുഞ്ഞെന്നൊക്കെയാണ് പലരും വിശേഷിപ്പിക്കുന്നത്. അവനെ ഞങ്ങളും അത്ഭുതത്തോടെയാണ് ഉൾക്കൊള്ളുന്നത്. ഞങ്ങൾക്കും ആവേശവും അതിശയവുമാണ്. കാഴ്ചക്കാർക്ക് തോന്നുന്ന എല്ലാ അതിശയവും ഞങ്ങൾക്കും തോന്നാറുണ്ട്. അവൻ്റെ ശക്തിയും പിന്തുണയും ചേച്ചി അനിർവിന്യയാണ്. കോവിഡ് സമയത്താണ് നാട്ടിലേക്ക് താമസം മാറ്റിയത്. അതിനുശേഷമാണ് മലയാളത്തിലെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 3 വേദിയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ആവിർഭവിന് 5 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങൾ 10 മാസം ആ ഷോയുടെ ഭാഗമായിരുന്നു. ഷോ തീരാറായ സമയത്ത് ആവിർഭവിൻ്റെ അച്ഛന് ജോലി സംബന്ധമായ ചില പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് ഷോയിൽ തുടരാനായില്ല. പിന്നീടാണ് ഹിന്ദി ചാനലിലെ പരിപാടികളിൽ പങ്കെടുക്കാൻ മുംബൈയിലേക്ക് പോയത്. ప్రియతమా నన్ను పలకరించు ప్రణయమా. 7 മാസം നീണ്ടു നിന്ന റിയാലിറ്റി ഷോ ആയിരുന്നു സോണിയുടേത്. മുംബൈയിലായിരുന്നു പരിപാടി. 7 മാസത്തോളം മുംബൈയിൽ ആയതോടെ അവൻ ഹിന്ദി പഠിച്ചു. കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് മറ്റാർക്കും ഇല്ലാത്ത പേര് വേണമെന്ന് തോന്നി. അങ്ങനെ കണ്ടെത്തിയ പേരുകളാണ് അനിർവിന്യയും ആവിർഭവും. ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം എന്നാണ് അനിർവിന്യ എന്ന വാക്കിൻ്റെ അർത്ഥം. ആവിർഭവ് എന്നാൽ പുരോഗതി എന്നും. കല ഉള്ളിലുള്ള 2 കുട്ടികളാണ്. എനിക്കോ ഭർത്താവിന് പാടാനുള്ള കഴിവില്ല. എൻ്റെ കുടുംബത്തിൽ പാടുന്നവരുണ്ട്, പക്ഷേ ആരും അതൊരു പ്രൊഫഷനാക്കി മാറ്റിയിട്ടില്ല. ജന്മസിദ്ധമായി പാടാനുള്ള കഴിവ് മക്കൾക്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത് പരിപോഷിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. ഞങ്ങളുടെ ജീവിതം തന്നെ അവർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്കമാലിയിലെ വിശ്വജ്യോതി പബ്ലിക് സ്കൂളിലാണ് ആവിർഭവ് പഠിക്കുന്നത്.
ഡിസംബർ വരെ നീളുന്ന ഒരു സംഗീത പരിപാടിയിലേക്ക് ഞങ്ങൾക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്ക മുതൽ ദുബൈ വരെയുള്ള സംഗീത പര്യടനമാണത്. ആദ്യത്തെ ഷോ സൗത്ത് ആഫ്രിക്കയിലാകും. സിനിമയിൽ അഭിനയിക്കാൻ ആവിർഭവിനെ വിളിച്ചിട്ടുണ്ട്. അതിൽ പറ്റുന്നത് മാത്രം ചെയ്യാമെന്നാണ് കരുതുന്നത്. കാരണം അവൻ കുഞ്ഞല്ലേ, പഠനത്തിനും ശ്രദ്ധ കൊടുക്കണം. നല്ലപോലെ പഠിക്കുന്ന കുട്ടിയാണ്. അതിനൊപ്പം സംഗീതവും പഠിപ്പിക്കണം. സംഗീതോപകരണങ്ങളും അവന് താല്പര്യമുണ്ട്, അതും പഠിപ്പിക്കണം. കർണാട്ടിക് മ്യൂസിക് ഇപ്പോൾ പഠിക്കുന്നുണ്ട്. അതിനൊപ്പം ഹിന്ദുസ്ഥാനി പഠിക്കാനും അവന് താല്പര്യം പറയുന്നുണ്ട്.